ശരിക്കും നമ്മുടെ നാട്ടിൽ ഒന്നാമത് വാഹനങ്ങളുടെ ടാക്സ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. എത്ര ശതമാനം ടാക്സ്? ഒരു പുതിയ കാറ് വരുമ്പോൾ ഏകദേശം 48% GST പ്ലസ് 21% റോഡ് ടാക്സ് വരുന്നുണ്ട്. ഏകദേശം 60-70% വാഹനത്തിൻ്റെ വിലയുടെ ടാക്സ് ആയിട്ടാണ് നമ്മൾ അടക്കുന്നത്. ഇത്ര എമൗണ്ട് ടാക്സ് വരും. 1 കോടിക്ക് നമ്മൾ ഇവിടെ ഒരു മെഴ്സഡസ് വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു CBU ആണെങ്കിൽ മാനുഫാക്ചർക്ക് 30 ലക്ഷം രൂപയാണ് കിട്ടുന്നത്. അതിന് അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് കൊച്ചിയിൽ ഡെലിവറി തരണം. ഇതിൻ്റെ ഇടയിൽ കൊച്ചിയിലൊരു ഡീലറുണ്ട്, ആൾക്ക് എന്തെങ്കിലും കിട്ടണം ഈ 30 ലാഖിൽ നിന്ന്. ബാക്കി മുഴുവൻ പൈസ പോകുന്നതും നമ്മുടെ സർക്കാരിലോട്ട്. പൈസ ഉണ്ടാക്കുന്ന സർക്കാരാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രൈസ് കൂടി നിൽക്കുന്നത്. ഇതിൽ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരാൾ നല്ലൊരു വാഹനം വാങ്ങുമ്പോൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേറെ 10 പേർക്ക് വീട് വെച്ച് കൊടുത്തൂടെ. സത്യത്തിൽ അദ്ദേഹം അത് ഇൻഡയറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ മണി മുഴുവൻ ടാക്സ് ആയിട്ട് ഒരാൾ 10 കോടിയുടെ വണ്ടി വാങ്ങിക്കുമ്പോൾ 7 കോടി രൂപ ടാക്സ് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ 10 കോടിയുടെ വണ്ടി വാങ്ങിച്ച ആളുകളെല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്യണം. അപ്പോഴാണ് അത്തരം ആളുകൾ കൂടുമ്പോഴാണ് ആ ടാക്സ് ഇനത്തിൽ സർക്കാരിലോട്ട് കൂടുതൽ പൈസ വരികയുള്ളൂ.